നമസ്കാരം. ചൂടുകൊണ്ട് കേരളം ചുട്ടുപൊള്ളുകയാണ്. ഒരു രക്ഷയുമില്ലാത്ത ചൂടാണ്. തെരഞ്ഞെടുപ്പ് ചൂടിനും ഒട്ടും കുറവില്ല. അതെ, ഈ കൊടും ചൂടിനെ പോലും അവഗണിച്ച് സ്ഥാനാർത്ഥികളും അണികളുമെല്ലാം വോട്ടിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പ് കളം നിറയുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കളികളും കാഴ്ചകളും ഏറെയാണ്. എല്ലാ പ്രേക്ഷകർക്കും പീപ്പിൾ ടിവിയുടെ പ്രത്യേക പരിപാടി തെരഞ്ഞെടുപ്പ് കാഴ്ചയിലേക്ക് സ്വാഗതം. അടിസ്ഥാന വിഘാതങ്ങൾക്ക് പരിഗണന നൽകി ജനകീയ ബദലുമായി സിപിഐഎമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക. സിപിഎം പ്രകടന പത്രിക പുറത്തിറക്കി. സിപിഎമ്മിന്റെയും ഇടതു പാർട്ടികളുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയും കേന്ദ്രത്തിൽ മതേതര ജനാധിപത്യ സർക്കാർ ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യമെന്ന് പ്രകടന പത്രിക പുറത്തിറക്കി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. ബിജെപിയെ പരാജയപ്പെടുത്തുകയാണ് മുഖ്യ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. CPIM's priority today is to defeat the BJP. Let the Congress decide what's its priority. That's not our job. You ask them. Our priority is to defeat the BJP. In the interest of country and the people, is a statutory minimum wage for workers of not less than 18,000 rupees per month, with the wages being linked to the consumer price index. ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി പ്രകടന പത്രികയുടെ ശബ്ദരേഖ പുറത്തിറക്കിയെന്ന പ്രത്യേകതയും ഇന്നത്തെ സിപിഎം പ്രകടന പത്രികയ്ക്ക് ഉണ്ട്. കാണാം ഇന്നത്തെ ഉറപ്പുകൾ, ഉറച്ചു പറയുന്ന വാഗ്ദാനങ്ങൾ. പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രകടന പത്രിക പുറത്തിറക്കി. കാർഷിക വിളകൾക്ക് ഉൽപാദന ചെലവിനേക്കാൾ 50% ഉയർന്ന താങ്ങുവില ഉറപ്പാക്കും. തൊഴിലാളികൾക്ക് പ്രതിമാസ വരുമാനം 18,000 രൂപയായി ഉയർത്തും. സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കും. വാർദ്ധക്യകാല പെൻഷൻ 6,000 രൂപയാക്കി ഉയർത്തും. പ്രതിമാസം മിനിമം വേതനം ഉപഭോക്തൃവില സൂചികമായി ബന്ധിപ്പിക്കും. എല്ലാ കുടുംബങ്ങൾക്കും പൊതുവിതരണ സംവിധാനം വഴി പ്രതിമാസം 35 കിലോ ഭക്ഷ്യധാന്യം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് 2 രൂപ നിരക്കിൽ 7 കിലോ അരി. ആരോഗ്യ ഇൻഷുറൻസ് രംഗത്ത് സ്വകാര്യ കമ്പനികളെ ഒഴിവാക്കും. എല്ലാവർക്കും സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ്. തൊഴിൽ രഹിതർക്ക് പ്രതിമാസം സാമ്പത്തിക സഹായം നൽകും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നത് നിർത്തലാക്കും. ന്യൂസ് ഡെസ്ക് പീപ്പിൾ ടിവി. പ്രബുദ്ധരായ വോട്ടർമാർക്ക് എല്ലാ വിഷയത്തെക്കുറിച്ചും നിലപാടുകളും അഭിപ്രായങ്ങളും ഉണ്ട്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, സിപിഎം പ്രകടന പത്രികയിലെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസും തൊഴിലാളികൾക്ക് മാസം മിനിമം 18,000 രൂപയാക്കാനുള്ള തീരുമാനവും ജനങ്ങളുടെ അഭിപ്രായം എന്താണ്? കാണാം ഇന്നത്തെ ജനശബ്ദം. സിപിഐഎം പ്രകടന പത്രികയെ പൊതുവെ ജനങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാസർഗോഡ് ജനങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. കാണാം സണ്ണി ജോസഫ് പകർത്തിയ ജനശബ്ദം. ഡൽഹി AKG ഭവനിൽ ഇന്ന് സിപിഐഎമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ജനകീയ ആരോഗ്യ പദ്ധതി നടപ്പാക്കും. മറ്റൊന്ന്, മിനിമം വേതനം 18,000 രൂപയായി തൊഴിലാളികൾക്ക് ലഭ്യമാക്കും. സിപിഐഎം നേതൃത്വം നൽകുന്നതോ അല്ലെങ്കിൽ സിപിഎമ്മിന് മേൽക്കൈയുള്ളതോ പിന്തുണ നൽകുന്നതായ ഒരു സർക്കാർ വന്നാൽ നടപ്പാക്കാവുന്ന കാര്യത്തെക്കുറിച്ചാണ് പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പൊതുസമൂഹത്തിന്റെ പ്രതികരണം നമുക്ക് നോക്കാം. എന്താണ് സിപിഎമ്മിന്റെ ഈ പ്രകടന പത്രികയെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം പറയുന്നത്? തീർച്ചയായിട്ടും സിപിഎം ഇങ്ങനെ ഒരു പ്രകടന പത്രിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനവർക്ക് അവസരം കിട്ടിയിട്ടുണ്ടെങ്കിലും തീർച്ചയായും അത് നടപ്പാക്കുമെന്നുള്ള കാര്യം ഇതിനു മുമ്പ് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. കാരണം UPA ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഒന്ന് പറഞ്ഞിരുന്നു, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു അതിന് മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു കക്ഷിയായിരുന്നു. തീർച്ചയായിട്ടും ഈ ആരോഗ്യ മേഖലയിലെ ആയാലും ഈ 18,000 രൂപ കൊടുക്കുന്നതിനായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ നേതാക്കൾ തീർച്ചയായും അത് നടപ്പാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്തൊരു കാര്യമാണ്. സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ മിനിമം വേതനം 18,000 രൂപ നടപ്പിലാക്കും. അതുമാതിരി തന്നെ സമഗ്രമായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ദീർഘകാലത്ത് ആവശ്യമായിരുന്ന തൊഴിലാളികളുടെ മിനിമം വേതനം 18,000 രൂപ സിപിഎമ്മിന്റെ ആഭിമുഖ്യത്തിൽ വരുന്ന ഗവൺമെന്റ് തീർച്ചയായിട്ടും നടപ്പിലാക്കും. അതിന് ജനങ്ങളുടെ പരിപൂർണ്ണ പിന്തുണ ഉണ്ടാകുന്നു പറയുന്നു. സിപിഎമ്മിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ സമഗ്രമായ ആരോഗ്യ ഇൻഷുറൻസ്, ആരോഗ്യ മേഖലയിൽ എല്ലാ പാവപ്പെട്ട സാധാരണക്കാർക്കും ചികിത്സ ലഭ്യമായ രീതിയിലുള്ള ഒരു നയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ പറ്റും. സിപിഐഎം ഉൾപ്പെടെ ഇടതുപക്ഷ പിന്തുണയ്ക്കുന്ന ഒരു മതേതര സർക്കാർ അധികാരത്തിൽ വന്നാൽ ജനകീയ ആരോഗ്യ പദ്ധതി നടപ്പിലാക്കുമെന്നും തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി 18,000 രൂപയായി ഉയർത്തുമെന്നുമാണ് ജനങ്ങളുടെ പ്രതീക്ഷ. ജനങ്ങളുടെ പ്രതികരണത്തെക്കുറിച്ച് കോട്ടയത്ത് നിന്നും പ്രശാന്ത് പകർത്തിയ ജനശബ്ദത്തിലേക്ക്.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പ്രധാനമായും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസും മറ്റൊന്ന് മിനിമം വേതനം 18,000 രൂപയാക്കി ഉയർത്തിക്കൊണ്ടുള്ള തീരുമാനമാണ്. ഇതേക്കുറിച്ച് ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. എന്താണ് ഈ സംബന്ധിച്ച കാര്യത്തിൽ പറയാനുള്ളത്? ഞങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഞങ്ങൾ പാവപ്പെട്ട കർഷക തൊഴിലാളികൾ, പാവപ്പെട്ട ജനങ്ങൾക്ക് ഇത് ഞങ്ങൾ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. ഈ സർക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഈ സർക്കാർ ഞങ്ങളെ എല്ലായ്പ്പോഴും സഹായിക്കുമെന്ന് ഉറപ്പോടുകൂടി ഞങ്ങൾ വിജയിപ്പിക്കുമെന്ന് ഉറച്ചു പ്രഖ്യാപിക്കുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കണക്കാക്കി നോക്കുമ്പോൾ സർക്കാരിന് വളരെ ക്ലേശകരമാണെങ്കിൽ പോലും ഇത്തരം കാര്യത്തിൽ സർക്കാർ എടുത്തിരിക്കുന്ന 18,000 രൂപ എന്നുള്ള ആ കാര്യം വളരെ മെച്ചപ്പെട്ടതാണ് എന്നാണ് നമ്മുടെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ജീവിത പ്രയാസങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് പൊതുവെ ഇവിടെ നിൽക്കുന്നത്. തൊഴിലില്ലായ്മയുടെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ, ഇതിനെ ആകെ പരിഹാരം ഇടതുപക്ഷം അധികാരത്തിലേക്ക് വരുന്ന എന്നുള്ളതാണ്. ഇടതുപക്ഷം ഏത് അവസരത്തിൽ ഭരണത്തിന് കയറിയാലും ആ അവസരത്തിലെല്ലാം പാവപ്പെട്ട ജനത്തിന് വേണ്ടി വളരെയേറെ നന്മകൾ ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. ഇത്രയും നാളിനോടകം എനിക്ക് 59 മുതലുള്ള ഓർമ്മയുണ്ട്. ആ നാൾ മുതൽ ഇന്ന് വരെ ഒരു ഇടതുപക്ഷ സർക്കാർ എന്ന് ഭരണത്തിൽ കയറുന്നു അന്നൊക്കെ പാവപ്പെട്ടവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഗുണങ്ങൾ ചെയ്തു കൊടുക്കുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. പാർട്ടി വെച്ചിരിക്കുന്ന പ്രകടന പത്രിക അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു, അങ്ങേയറ്റം ആശംസിക്കുന്നു. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നാൽ പ്രതീക്ഷകൾ ഏറെയെന്നും തൊഴിലാളികളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സർക്കാരാണ് ആവശ്യമെന്നും ആലപ്പുഴയിലെ ജനങ്ങൾ പറയുന്നു. കാണാൻ ഷാജഹാൻ പകർത്തിയ ജനശബ്ദം. ഇടത് സർക്കാരിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങി. സൗജന്യ ആരോഗ്യ പരിരക്ഷ, അതോടൊപ്പം തന്നെ തൊഴിലാളിയുടെ അടിസ്ഥാന വരുമാനം 18,000 രൂപയാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ ജനങ്ങൾ കാണുന്നത്? കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ കാലങ്ങളിൽ പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ടെങ്കിലും അന്നെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് ഈ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ളത്. കാരണം ഉദാഹരണത്തിന് കഴിഞ്ഞ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒട്ടുമുക്കാൽ കാര്യങ്ങളും വളരെ നല്ല രീതിയിലാണ് ജനങ്ങൾക്ക് ഉപകാരമാകുന്നത്. കാരണം കഴിഞ്ഞ സർക്കാർ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് വെറും 600 രൂപ 9 മാസത്തെ വാർഷികകാല പെൻഷൻ ഇട്ടിട്ടാണ് അത് പോകുന്നത്. അതേപോലെ തന്നെ ഈ സർക്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 1,200 രൂപ ആയിട്ട് ഈ പാവത്തുങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് എല്ലാ മേഖലകളിലും. എങ്ങനെ കാണും നിങ്ങൾ തൊഴിലാളികൾക്ക് വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ ജോലിയുണ്ട്, പണിയെടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. 18,000 എന്ന് പറയുമ്പോഴത്തേക്ക് 18,000 നമ്മുടെ ബഡ്ജറ്റിൽ വരുന്ന രീതിയിൽ കൂടെ തന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ കൂടെ നല്ല ബഡ്ജറ്റിൽ നമുക്ക് 18,000 ഉണ്ട് കിട്ടാറുണ്ട്. സ്ഥിരമാക്കി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൂ, വളരെ വളരെ സന്തോഷമായിരിക്കും. ജനങ്ങൾ എങ്ങനെ കാണുന്നത്? ജനങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത് ഈ ജനഹിത ബഡ്ജറ്റ് പോലെ തന്നെ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയും ജനങ്ങളുടെ ഇടയിൽ ജനപക്ഷ രീതിയിൽ, ഇടതുപക്ഷം എപ്പോഴും ജനപക്ഷത്തിൻ്റെ കൂടെയാണല്ലോ, ജനപക്ഷ രീതിയിൽ തന്നെയുള്ള ഒരു പ്രകടന പത്രികയാണ്. ജനങ്ങൾക്ക് വളരെയേറെ സന്തോഷവും ആശ്വാസം നൽകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പോലുള്ള പദ്ധതികൾ സൗജന്യമാക്കുകയും അടിസ്ഥാന വരുമാനം 18,000 രൂപ ആക്കി നിജപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ജനങ്ങൾക്ക് വളരെ ആശ്വാസമാണ്. അതിൻ്റെ ഒരു മാറ്റൊലി ഇവിടെ അലയടിക്കുന്നുണ്ട്, ജനങ്ങളുടെ ഇടയിൽ അലയടിക്കുന്നുണ്ട്. CPIM പ്രകടന പത്രികയിലെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസും തൊഴിലാളികൾക്ക് മാസം മിനിമം വേതനം 18,000 രൂപയാക്കാനുള്ള തീരുമാനവും ഇരു കൈകളും നീട്ടിയാണ് പത്തനംതിട്ടയിലെ ജനങ്ങൾ സ്വീകരിച്ചത്. കാണാം ഗീവർഗീസ് പകർത്തിയ ജനശബ്ദം. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയും പുറത്തിറങ്ങിയിരിക്കുന്നു. ജനക്ഷേമപരമായ നിരവധി കാര്യങ്ങൾ ഈ പ്രകടന പത്രികയിലുണ്ട്. തൊഴിലാളികൾക്ക് മിനിമം വേതനം 18,000 രൂപയാക്കാനും അതോടൊപ്പം തന്നെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കാനും പ്രകടന പത്രികയിൽ തീരുമാനമായിട്ടുണ്ട്. ഇതിനെപ്പറ്റി ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കിപ്പോൾ അറിയാം. എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാ. നമുക്ക് എല്ലാം കിട്ടിയ കാര്യങ്ങളല്ല നമ്മൾ കിടന്ന് ഇങ്ങനെ എടുക്കുകയും ചെയ്യുന്നത്. കിട്ടിയ പ്രയോജനം നല്ല കാര്യങ്ങളാ, പറയുന്നതെല്ലാം നല്ല കാര്യങ്ങളാ. ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങിയത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ളതാണ്. ഇത് നടപ്പിലാവുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ തന്നെ ഗുണം ചെയ്യുന്നതാണ്. ഇൻഷുറൻസ്, അതേപോലെ തന്നെ മിനിമം വേതനം തുടങ്ങിയ എല്ലാം ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു പത്രിക നിലവിൽ വരികയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും. 18,000 രൂപ മിനിമം വേതനം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങളാണ്. ആദ്യമേ നടത്തി കാണിക്കും ഈ കാര്യങ്ങൾ, എന്നിട്ട് പിന്നെ ഇത് വോട്ട് ലക്ഷ്യമാക്കിയാൽ ഇത് ഇവരെ കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞു. ഇതൊന്നും നടപ്പാക്കുന്ന കാര്യം എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പാക്കിയിട്ടാണെങ്കിൽ പറയുക, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. പല പാർട്ടികളും പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല.
മലക്കം മറിച്ചിലിൽ നേതാവാര്? രാഹുൽ വരുമെന്ന് പറഞ്ഞ നേതാവും ആര്? രാജ്യം കേരളത്തിലേക്കെന്ന് മുദ്രാവാക്യം ഉയർത്തിയ നേതാക്കൾക്ക് ഉത്തരമുട്ടുന്നത് എന്തുകൊണ്ട്? കാണാം ഇന്നത്തെ നേതാവിന്റെ വാക്ക്. വയനാട് നിയോജക മണ്ഡലം എന്ന നിലയിൽ തന്നെ ആവശ്യം ഉന്നയിക്കുകയും നേതൃത്വം അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ആദ്യം മുതലേ 2 സീറ്റിൽ മത്സരിക്കുന്നതുകൊണ്ട് യോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ അംഗീകാരമാണ് ഇനി കിട്ടേണ്ടതായിട്ടുള്ളത്. തീരുമാനം രാഹുൽജിയുടെയാണ്. അദ്ദേഹം തീരുമാനം എടുക്കണമെന്നുള്ള ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇന്നലെ അദ്ദേഹം പാറ്റ്നയിലായിരുന്നു. അദ്ദേഹം വരാൻ വൈകി. പക്ഷേ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം, അതിലുണ്ടാകുന്ന അനിശ്ചിതത്വം, അത് പ്രവർത്തകരുടെ ഒരു ആവേശത്തെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് ആവശ്യപ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഒരു മയപ്പെടുത്തിയാണ് ഇന്ന് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. പ്രവർത്തകരുടെ ആവേശത്തെ തണുപ്പിക്കാനൊന്നും അതൊരു സഫീഷ്യന്റ് റീസൺ അല്ല. പക്ഷേ അത് നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. ഒന്നുകിലുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന തീരുമാനം ഹൈക്കമാൻഡ് പറയണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. എത്ര വലിയ നേതാവ് കേരളത്തിലെത്തിയാലും അതിലൊന്നും അടിപതരാതെ കരുത്തോടെ മുന്നേറുകയാണ് സ്ഥാനാർത്ഥികൾ. പ്രചരണത്തിലും പ്രകടനങ്ങളിലും ഒട്ടും പുറകിലുമല്ല. അതുപോലെ തന്നെ വിജയത്തെക്കുറിച്ചൊന്നും സ്ഥാനാർത്ഥികൾ ചിന്തിക്കുന്നുമില്ല. കാണാം പോരാട്ട വീര്യം നിറഞ്ഞ സ്ഥാനാർത്ഥികളുടെ വാക്ക്. കൃത്യമായി ജാഗ്രതയോടെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നു. അവരാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ഞാനൊരു സ്ഥാനാർത്ഥി മാത്രമാണ്. ചുറ്റിക്കരുവാൾ നക്ഷത്രം അടയാളത്തിൽ ഓട്ടം അഭ്യർത്ഥിക്കുന്ന സ്ഥാനാർത്ഥി മാത്രമാണ്. ഈ പ്രവർത്തകരുടെയും UDF നേതാക്കന്മാരുടെയും ആത്മവിശ്വാസമാണ് എന്റെയും വിശ്വാസം. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജകമണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കും. ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തിയവരുടെ വ്യതയും നോവും ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു പാർലമെന്റ് മണ്ഡലം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ വിഷയങ്ങളെ കൂടി ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിന് വലിയ നിലക്കുള്ള സ്വീകാര്യതയാണ് ജനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഓരോ സ്വീകരണ കേന്ദ്രവും തെളിയിക്കുന്നത്. UDFും BJPയും എന്തെല്ലാം നുണപ്രചരണങ്ങൾ നടത്തിയാലും LDFന് നല്ലൊരു വിജയം വടകര മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും വാർത്തകളാണ്. ഇനി കാണാം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. എറണാകുളത്ത് ഹൈബി ഈഡനെതിരെ മത്സരിക്കാനൊരുങ്ങി സരിത നായർ. കോൺഗ്രസ് എത്രത്തോളം സ്ത്രീവിരുദ്ധമാണെന്ന് തുറന്നു കാട്ടുകയാണ് സ്ഥാനാർത്ഥിത്വത്തിലൂടെ താൻ ലക്ഷ്യം വെക്കുന്നതെന്നും സരിത നായർ പീപ്പിൾ TVയോട് പറഞ്ഞു. ഏപ്രിൽ ആദ്യവാരം സരിത കൊച്ചിയിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇലക്ഷന് മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക വാങ്ങാനാണ് സരിത രാവിലെ കൊച്ചിയിലെത്തിയത്. തട്ടിപ്പുകാരിയാണ് താനെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് വോട്ട് പിടിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹൈബി ഈഡനെതിരെയുള്ള കേസ് എന്താണെന്ന് പറയാൻ കോൺഗ്രസ് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്നും സരിത ചോദിക്കുന്നു. നിരവധി തവണ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും മറുപടി നൽകാൻ തയ്യാറാകാത്തതിൽ നിന്ന് കോൺഗ്രസിന്റെ സ്ത്രീകളോടുള്ള സമീപനം വ്യക്തമാണെന്നും സരിത ചൂണ്ടിക്കാട്ടി. ഇദ്ദേഹം എന്ത് കേസിനാണ് FIR ഇട്ട് നിയമ നടപടി നേരിടാൻ പോകുന്നത്? കോൺഗ്രസിനകത്ത് ഇതൊരു നിത്യ സംഭവമാണ്. കുറെ ലേഡീസിനെ അവരുപയോഗിക്കുക, അതിനുശേഷം അവരെ കറിവേപ്പില പോലെ കളയുക. ഇലക്ഷനിൽ ജയിച്ച് പാർലമെന്റിലേക്ക് പോവുകയല്ല തന്റെ ലക്ഷ്യമെന്നും മറിച്ച് കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധത തുറന്നു കാണിക്കലാണ് ലക്ഷ്യമെന്നും സരിത പറഞ്ഞു. പുറത്തേക്ക് പോകാനാകാതെ ഇത്തരം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന നിരവധി പേർ കോൺഗ്രസിലുണ്ടെന്നും അവരുടെ പിന്തുണയാണ് താൻ ലക്ഷ്യം വെക്കുന്നതെന്നും സരിത കൂട്ടിച്ചേർത്തു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി ഏപ്രിൽ ആദ്യവാരം സരിത വീണ്ടും കൊച്ചിയിലെത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോൺഗ്രസ് നേതൃത്വത്തിന് വഴങ്ങി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകാൻ KV തോമസ് ദില്ലിയിൽ നിന്നും നാട്ടിലെത്തി. സീറ്റ് നിഷേധിച്ചുള്ള പിണക്കം മറന്ന് നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ KV തോമസിന് പ്രവർത്തകർ സ്വീകരണമൊരുക്കി. തനിക്ക് സീറ്റില്ലെന്ന കാര്യം മാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്നതിലുള്ള നിമിഷത്തെക്കുറിച്ച് ഓർത്ത KV തോമസ് ജീവിതാവസാനം വരെ താൻ കോൺഗ്രസിൽ തുടരുമെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഏതാനും ദിവസങ്ങൾ പ്രവർത്തകരെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ KV തോമസ് രാവിലെ 10 മണിയോടെയാണ് നെടുമ്പാശ്ശേരിയിലെത്തിയത്. സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ ഡൽഹിയിൽ വെച്ച് പൊട്ടിത്തെറിച്ച തോമസ് മാഷ് നാട്ടിലെത്തിയപ്പോൾ വളരെ കരുതലോടെയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. തനിക്ക് സീറ്റില്ലെന്ന കാര്യം മാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്നതിന്റെ വേദനയാണ് അന്ന് കടുത്ത ഭാഷയിൽ സംസാരിക്കാനിടയാക്കിയതെന്ന് മാഷ് ആവർത്തിച്ചു. എന്നാൽ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ചതോടെ പിണക്കമെല്ലാം മാറിയെന്നും KV തോമസ് വിശദീകരിച്ചു. ഞാൻ മാസങ്ങൾക്ക് മാറാൻ തയ്യാറായിരുന്നു, നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പക്ഷേ എന്നോട് പറഞ്ഞില്ല. ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടു. അതിലുള്ള വേദന മാത്രം ഞാൻ പറഞ്ഞു. ഒരു വിഷമമുണ്ട്, ദുഃഖമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞു.
നെടുമ്പാശ്ശേരിയിൽ നിന്നും കെ വി തോമസ് നേരെ പോയത് UDF എറണാകുളം പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്കായിരുന്നു. സ്ഥാനാർത്ഥിയായ ഹൈബി ഈഡനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഹൈബിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നായിരുന്നു ദില്ലിയിൽ വെച്ച് നേരത്തെ കെ വി തോമസ് പ്രതികരിച്ചത്. മാത്രമല്ല, ദിവസങ്ങൾക്ക് മുൻപ് നടന്ന പാർലമെന്റ് മണ്ഡലം കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നുമില്ല. എന്നാൽ നേതാക്കൾ ഇടപെട്ട് പിന്നീട് അദ്ദേഹത്തെ അനുനയിപ്പിക്കുകയായിരുന്നു. പകരമായി ഒരു സ്ഥാനവും ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് കെ വി തോമസ് പറയുന്നതെങ്കിലും UDF കൺവീനർ സ്ഥാനം അദ്ദേഹത്തിന് നൽകാനാണ് നേതൃത്വത്തിന്റെ തീരുമാനമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയ മണ്ഡലമാണ് മധ്യകേരളത്തിലെ എറണാകുളം ലോക്സഭാ മണ്ഡലം. ഇടതുപക്ഷ സ്ഥാനാർത്ഥി P. രാജീവിന്റെ മൂന്നാംഘട്ട പ്രചരണം പുരോഗമിക്കെ ഒന്നാംഘട്ട പ്രചരണവുമായി ഹൈബി ഈഡനും പിന്നാലെയുണ്ട്. ഒടുവിൽ വന്നിറങ്ങിയ BJP സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം മണ്ഡലം മാറിയാണ് വോട്ടഭ്യർത്ഥന തുടങ്ങിയതെങ്കിലും ഇപ്പോൾ സ്വന്തം മണ്ഡലത്തിൽ പ്രചരണം ശക്തമാക്കി കഴിഞ്ഞു. വികസനം വാഴുമെന്ന മുദ്രാവാക്യം പോസ്റ്ററുകളിൽ എഴുതിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി P. രാജീവ് വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അങ്കത്തട്ടിലേക്ക് ആദ്യമിറങ്ങിയ അദ്ദേഹം പ്രചരണ രംഗത്ത് ഏറെ മുന്നിലാണ്. മൂന്നാം ഘട്ട പ്രചരണവുമായി മണ്ഡലത്തിലുടനീളം തുറന്ന വാഹനത്തിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് സ്ഥാനാർത്ഥി. വികസന രാഷ്ട്രീയം തന്നെയാണ് തന്റെ പ്രചരണ ആയുധമെന്ന് P. രാജീവ്. ഓരോരുത്തരും ജനങ്ങൾ വിലയിരുത്തും. MLA എന്താണ്, MP എന്താണ്, രാജ്യസഭാ അംഗ നിലയിൽ എന്റെ നിലപാടുകൾ എന്തായിരുന്നു, ഞങ്ങൾ പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയ നിലപാട് എന്താണ്, എങ്ങനെയാണ് ഒരു മതനിരപേക്ഷ ജനാധിപത്യ സർക്കാർ രൂപീകരിക്കുന്നതിൽ ഓരോ പാർട്ടികളും സ്വീകരിക്കുന്ന നിലപാട് എന്താണ്, അതെല്ലാം നന്നായി ചർച്ച ചെയ്യും. കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് ജനങ്ങളുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്, അതും ചർച്ച ചെയ്യും. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ശരിയായ രൂപത്തിൽ തന്നെ ഒരു നിലപാടിലേക്ക് എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു വിഭാഗം പ്രവർത്തകരുടെയും നിലവിലെ MP-യുടെയും അനുഗ്രഹാശസ്സുകളില്ലെങ്കിലും UDFന്റെ ഉറച്ച മണ്ഡലത്തിൽ അടിതെറ്റില്ലെന്ന വിശ്വാസത്തിലാണ് വലതുപക്ഷ സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ. സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിനാൽ ഡൽഹിയിൽ പിണങ്ങിയിരിക്കുന്ന കെ വി തോമസ് മാഷ് എത്തുന്നതോടെ പ്രചരണം ശക്തിപ്പെടുമെന്ന കണക്കൂട്ടലാണ് UDF ക്യാമ്പ്. ആവേശത്തോടുകൂടി തന്നെ, വലിയ വാത്സല്യത്തോടുകൂടി തന്നെ ഈ സ്ഥാനാർത്ഥിത്വത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDFന്റെ ഏറ്റവും ഉറച്ച മണ്ഡലങ്ങളിലൊന്നായ എറണാകുളം വളരെ പോസിറ്റീവായി ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയപരമായി തന്നെ നേരിടും എന്ന് ഞാൻ കരുതുകയാണ്. മണ്ഡലം മാറി വോട്ട് ചോദിച്ചതിന് നാണക്കേടുണ്ടെങ്കിലും സ്വന്തം മണ്ഡലം തിരിച്ചറിഞ്ഞ BJP സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനവും പ്രചരണത്തിൽ സജീവമായി കഴിഞ്ഞു. എറണാകുളം മണ്ഡലത്തിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രി എന്ന വാഗ്ദാനവുമായാണ് BJP ഇവിടെ വോട്ട് അഭ്യർത്ഥിക്കുന്നതും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തെരഞ്ഞെടുപ്പിന്റെ ആവേശം കൂട്ടാൻ ഗാനങ്ങളും ഉൾപ്പെടുത്താറുണ്ട്. കാണാം പ്രചരണ രംഗത്തെ മേളക്കൊഴുപ്പ്. എന്നാലും പോരിനായി പൗരുമോ സഖാവേ, മുന്നേറാൻ സമയമായി ലാൽസലാം. ഇടിമുഴക്കമായി കിലാവിന്റെ പടകമുണരട്ടെ നെഞ്ചി, ഇടയിലാതൊരു ലക്ഷ്യമായി നീങ്ങി പൊഴിയത്തിടാൻ വാണി. മുന്നേറാൻ സമയമായി ലാൽസലാം സഖാവേ, മുന്നേറാൻ സമയമായി ലാൽസലാം. മുന്നേറാൻ സമയമായി ലാൽസലാം സഖാവേ, മുന്നേറാൻ സമയമായി ലാൽസലാം. പാർലമെന്റിലേക്കുള്ള വണ്ടി കയറാൻ ഇത്തവണ കേരളത്തിൽ നിന്ന് ആരൊക്കെ ഉണ്ടാകും? രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്. ആ വിധിയെഴുത്തിന് ഇനിയാകട്ടെ 25 ദിവസങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ അവസാനിക്കുന്നില്ല. നമസ്കാരം.